ഞാൻ ദീപായസ് പണിക്കരാണ്. എൻ്റെ വീടാണിത്. സഹദേവ മന്ദിരം, ഓലകെട്ടിയമ്പലം PO മാവേലിക്കര, ഭരണിക്കാവ് വില്ലേജ്, പള്ളിക്കൽ നടുവിലെ മുറി. ഇത് വാർഡ് നമ്പർ, ഭരണിക്കാവ് വില്ലേജിലെ വാർഡ് 1. ഹൗസ് നമ്പർ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിന് നമ്പർ 89 പിന്നെ ഇതിൻ്റെ സർവേ എന്ന് പറയുന്നത് 7/28 ഈ പ്രോപ്പർട്ടി. പിന്നെ ഇതിനോട് തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് 2 പ്രോപ്പർട്ടികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7/32 ആൻഡ് 7/33. ഈ 3 പ്രോപ്പർട്ടിയാണ് ഇത് ഒന്നിച്ച് ഇത് കിടക്കുന്നതാണ്. ഈ പ്രോപ്പർട്ടി തന്നെ ടച്ച് ചെയ്തിട്ടാണ് 10ഉം 7ഉമായിട്ട് മറ്റേ 2 എണ്ണം കിടക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ 9ഉം ഇതെൻ്റെ അച്ഛൻ്റെ ഷെയറാണ് ഈ വീട് നിൽക്കുന്നിടം. അപ്പം ഇവിടെയാണ് ഞാനും എൻ്റെ അമ്മയും താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ കാലശേഷമാണ് ഈ 9 സെൻറ്റ് എനിക്ക് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ചില പേരൻസ് മക്കൾക്ക് എഴുതി കൊടുക്കുവാണെങ്കിലും ശരി കാലശേഷം വെക്കും. കാരണം അവർ എന്തെങ്കിലും ഇറക്കി വിടുമോ എന്നൊക്കെയുള്ള ഒരു പേടി ഒക്കെ കൊണ്ട് നമുക്കങ്ങനത്തെ ഇതൊന്നുമില്ല. എന്നാലും ശരി, അത് അവരുടെ ഇഷ്ടമാണ്. നമുക്ക് വളരെ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എഴുതി എൻ്റെ അമ്മ സൈൻ ചെയ്യണം, അങ്ങനെ പല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ. അപ്പോൾ അതൊരു സേഫ് സൈഡാണ്. ഞാനൊരു ഡിവോഴ്സിയാണ്. അപ്പം കുറേ ആൾക്കാർ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇൻഷുറൻസ് ലൂട്ടേഴ്സാണ് ഇവരുടെ പരിപാടി. ഇൻഷുറൻസ് ലൂട്ടിംഗ് ആണ്, മനസ്സിലായോ. എന്നെ വെച്ച് പല രീതിയിൽ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവന്മാർ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു അവനുണ്ട്. അവനിങ്ങനെ അങ്ങ് നടക്കുകയാണ്. അവനും ഈ സദാനന്ദ മന്ദിരത്തിലെ കുറേ ക്രിമിനൽസും ഇങ്ങനെ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക, നമ്മളെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനാണെങ്കിൽ നമുക്ക് ജോബ് ലോസ് എന്ന് പറയുമ്പം അതിന് തക്കതായ കാരണങ്ങളൊക്കെ വേണം. നമ്മൾ കോടതി ഞാൻ LLB ഹോൾഡറാണ്. പിന്നെ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അതെ, എപ്പോൾ വേണമെങ്കിലും. പിന്നെ ഇപ്പം നമ്മൾ കേസൊന്നും നമ്മൾക്ക് കേസ് വന്നാലും അവരെയൊക്കെ പറഞ്ഞു വിടുന്ന സ്വഭാവം. നമ്മൾ കോടതിയിൽ പോയാൽ ഭയങ്കര നമ്മളെ അതും ഇതും പറയുന്ന ഈ ഫോണിൽ കൂടെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ടൊക്കെ ഇവർക്ക്. പോലീസുകാർക്കൊക്കെ അറിയാം ആപ്ലിക്കേഷൻ, എന്തോ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിച്ചിട്ട് പറയും പിഗ്മെൻറ്റേഷൻ. അങ്ങ് ഭയങ്കരമായിട്ട് ലേസർ അടിക്കും നമ്മുടെ മുഖത്തോട്ട്, പൊള്ളിക്കുക. എന്നിട്ടാണ് പിഗ്മെൻറ്റേഷൻ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശങ്ങൾ. പിന്നെ സോണിക് സൗണ്ട് ഉപയോഗിച്ച് നമ്മളെ ഉപദ്രവിക്കുക. പിന്നെ ഇതെല്ലാം ഇപ്പം ഗൂഗിളിനകത്ത് വളരെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതുപോലെ ഇപ്പം ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെൻ്റലാണെന്ന് പറഞ്ഞ് ഇതാക്കുക. അതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഇപ്പോൾ സുബ്രഹ്മണ്യനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആ ബിജുപിയുടെ ആയിരുന്നു ഐഡിയാസൊക്കെ. അവനെ ഞാൻ ബന്ധം ഒഴിഞ്ഞു. അവനിപ്പോൾ സപ്പോർട്ട് ഫുള്ളി സദാനന്ദ മന്ദിരത്തിലെയും സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുമാണ്. കുറേ അവന്മാരിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക, നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുക, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക, ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ പണി. സർവ്വസമയം ഇതൊക്കെയാണ് ഇവന്മാരുടെ പണി. ഇങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.